ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ദുബായിലുള്ള അൽമംസാർ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. പബ്ലിക് പാർക്ക് എന്നാണ് എഴുതി വെച്ചിരുന്നത്. നമ്മൾ ഓരോ വണ്ടി പോകുമ്പോഴും അവർ ടിക്കറ്റ് ഉണ്ട്. ഒരു ടിക്കറ്റിന് 30 ദിർഹംസാണ്. അത് ഒരാൾക്ക് പേ ചെയ്യണതല്ല. അപ്പം നമ്മൾ വണ്ടി കടന്നപ്പോൾ അവർ 30 ദിർഹംസാണ് ഇന്ന് ടിക്കറ്റ് എടുത്തത്, നമ്മുടെ പേ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് വരണമെന്ന് വെച്ചാണ് ഒരു കുറഞ്ഞൊരു 2 മണിക്കൊക്കെ ഒന്ന് വരണം. 2 മണിക്ക് 2:30ക്കൊക്കെ വരണമായിരുന്നു. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 4:30 ഉണ്ട്. അപ്പോഴേക്കും അവിടെ ഞങ്ങൾ ബീച്ച് കാണാനാണ് സത്യം പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ബീച്ച് അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുക. റോഡ് പണി അവിടെ എന്തോ പണി നടക്കുകയാണ് പറഞ്ഞിട്ട് അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ സന്ധ്യയായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി കാണാം. അപ്പോൾ അവിടുത്തെ ഫ്ലമിംഗോ ബീച്ച്, ആ ബീച്ചാണിത്. നല്ല തിരകളൊക്കെ ഉണ്ട്. ഇതിന് സന്ധ്യയായി. ഇത് നേരത്തെ പറ്റുകയാണെങ്കിൽ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇരുട്ടായി. അപ്പോൾ നല്ല അവിടെ ഇത് ഫിഷിങ് ഒന്നും പറ്റത്തില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ഇപ്പോൾ തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് ഇപ്പോൾ തണുപ്പുണ്ട് കാലാവസ്ഥ. ഇപ്പോൾ തണുപ്പ് കാലമായല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ നല്ലോണം തിരകൾ വരുന്നുണ്ട്. ഇങ്ങനെ തിരകൾ നല്ല ബീച്ചിൽ നല്ലോണം തിര വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശാന്തമായ കടലല്ല, അതുകൊണ്ട് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല പിള്ളേർ. പിന്നെ അവിടെ ആരും ബീച്ച് മീൻ പിടിക്കണമൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെയൊക്കെ നടന്നു. ഈ കടലിൽ ജെല്ലി ഫിഷ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വിമ്മിങ് ചെയ്യണവർ സൂക്ഷിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും കണ്ടില്ല. ചെറിയ മീനെ പോലും കാണാൻ പറ്റിയില്ല. ഡിസംബറൊക്കെ ആയപ്പോഴേക്കും വേഗം തണുപ്പ് തുടങ്ങി. ഈ പക്ഷെ നല്ല തണുപ്പുണ്ട് തോന്നുന്നുണ്ട്, നല്ല കാലാവസ്ഥ. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി പോവുകയാണ്. എവിടെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കാണാണ്ട്. കണ്ട ഇവിടെ ഫ്ലമിംഗോ ബീച്ചുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാനൊക്കെ പറ്റിയ എന്തൊക്കെയോ കാണാനുണ്ട്. ആര്യ എപ്പോഴും പോന്നിട്ടില്ല, അവളവിടെ ബീച്ചിൻ്റെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ അവിടെ കയറി ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് എത്തി നോക്കുമ്പോൾ കടൽ ബീച്ചിൻ്റെ ഏകദേശം കുറച്ചൊക്കെ കാണാം. ഞങ്ങൾ ബീച്ചിൽ കഴിഞ്ഞിട്ട് അവിടുത്തെ പാർക്കിലേക്ക് കയറിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്നൊക്കെ നിറയെ ചെടികളൊക്കെ അവൾ പറയും കാട് മരിയുണ്ടെന്ന്. ചെടികളൊക്കെ നിറയെ ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെ പോവാണ്. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നല്ല വിശാലമായ പാർക്കാട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ നല്ല ശാന്തമായ അന്തരീക്ഷം. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ആൾക്കാർ ഓരോ സൈഡിൽ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുന്നു, കുട്ടികൾ കളിക്കുന്നു. കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. മൊത്തം പാർക്ക് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കുമ്പോൾ മൊത്തം ചില പാർക്കുകളിലൊക്കെ ഇവിടുന്ന് നോക്കുമ്പോൾ നിരന്ന് കാണാം ആൾക്കാർ ഇരിക്കുന്നതും കളിക്കുന്നതും. ഇതങ്ങനെയല്ല, ഓരോരോ സെക്ഷനിൽ ഓരോ ആൾക്കാർ അവിടെ ഇങ്ങനെ തമ്പടിച്ചിട്ട് അവർ അവിടെ തീയൊക്കെ കത്തിച്ച് അവരെന്തെങ്കിലുമൊക്കെ ബാർബിക്യൂ ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തണുപ്പ് കാലമാകുമ്പോൾ പ്രത്യേകിച്ചും ഇതിന് ആളുകൾ വരും ബീച്ചുകളിലേക്ക്. രാത്രി സമയത്ത് സന്ധ്യ സമയത്താണ് ആൾക്കാർ കൂടുതൽ വരണേ ഇതിനൊക്കെ ആയിട്ട്.
കുട്ടികൾ അവിടെ ഇവിടെ ആയിട്ട് കളിക്കാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെ പല സെക്ഷനായിട്ട് കളിക്കാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മറ്റൊരു ആൾക്കാർ എക്സസൈസ് ചെയ്യണത് അങ്ങനെയുള്ള അതൊന്നും കാണാനില്ല. അങ്ങനെ എക്സസൈസ് ചെയ്ത് ഇങ്ങനെ നടക്കാനുള്ളതല്ല. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ബാർബി ചെയ്യാനും ഇങ്ങനെ വിശ്രമിച്ചിരിക്കാനും എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാനും നേരെ പോക്കിന് ഇരിക്കാനും പറ്റിയ കുഴപ്പമില്ലാത്ത ശാന്തമായ ഇതാണ് പാർക്കാണിത്. കണ്ടില്ലേ, ഒരിക്കൽ കസാരയൊക്കെ ഇട്ട് അവിടെ ഇവിടെ ഇരിക്കുന്നത്. ചില പാർക്കിൽ ബാർബിക്ക് പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അനിമൽസിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കാണുകയാണ്. ജസ്റ്റ് കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പാർക്കൊന്ന് നടന്ന് കാണാം. പിള്ളേരെ അച്ഛൻ അവിടെ ഇരുന്നു, ഞാൻ എൻ്റെ മോളും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, മറ്റവരൊക്കെ ചെറു പിള്ളേരൊക്കെ കളിക്കാൻ കയറി. അപ്പം നമുക്ക് ഇങ്ങനെ ചുറ്റിയൊന്ന് നടന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. സന്ധ്യയായി, ഏകദേശം ഇരുട്ടൊക്കെ ആയിരുന്നാലും കുറേശ്ശെ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ നമുക്ക് രാത്രിയിലെ പാർക്കിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഓക്കെ, തൂങ്ങിയെടുക്കുന്നു. ഇത് മൊത്തം നല്ല മണം.
വാ ബീച്ചിന്റെ പേരാണ് ഫ്ലമിംഗോ ബീച്ച്. സ്മെല്ല്